ആ ഖുർആനിന്റെ ആശയം അതാണ്. പ്രവാചകന്റെ നവോത്ഥാന നടപടിക്രമം എന്ന് പറയുന്നത് അല്ലാഹുവിനെ കണക്ട് ആക്കുകയാണ്. അടിമയും ഉടമയും തമ്മിൽ, പണക്കാരനും പണിക്കാരനെയും, പണക്കാരനെയും പണിക്കാരനെയും, പണ്ഡിതനെയും പാമരനെയും, തൊഴിലാളിയെയും മുതലാളിയെയും, പാപിയെയും സുഹൃത്തം ചെയ്യുന്നവനെയും ഒക്കെ പരിഗണിക്കുന്ന, നേർക്കുനേരെ ചോദിച്ചാൽ തന്നെ ഉത്തരം നൽകുന്ന ഇടപെട്ട കേന്ദ്രങ്ങളുടെ ആവശ്യമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരിഗണിക്കുമെന്ന് അറിയിച്ചിട്ടുള്ള ആയത്തിലേക്ക് ഉമ്മത്ത് മടങ്ങണം. അതാണ് വൈദാ സഅലക ഇബാദി അന്നീ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയണം ഞാൻ വളരെ സമീപസ്ഥനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുക, അവരോട് നമ്മൾ ചോദിക്കുക. അതാണ് പ്രവാചകന്മാരുടെ പാത, അതാണ് മുൻഗാമികളുടെ പാത. അഖീദ വിഷയത്തിൽ, ആഗ്രഹ സഫലീകരണ വിഷയത്തിൽ അവരതാ തേടിയത്. 10-20 വർഷത്തോളം രോഗം ബാധിച്ചു കിടന്ന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് ബാധിച്ച രോഗവിഷയത്തിൽ ഭൗതികമായി നിർവഹിക്കേണ്ട കാര്യങ്ങളും ശമന രീതികളും സ്വീകരിച്ചതിന്റെ ശേഷം അഭൗതികമായ അദൃശ്യമായ രോഗശമനത്തിന് വേണ്ടി നിർവഹിച്ചതെന്താ? അല്ലാഹുവോട് തേടുകയാ ചെയ്തത്. വയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനി അദ്ദുർ വ അൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ രക്ഷിതാവിനോട് ചോദിച്ച സന്ദർഭം എത്രമേൽ ശ്രദ്ധേയമാണ്. നിങ്ങൾ വിലയിരുത്തേണ്ടതാണ്, നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഉടുമുക്കിയ വെള്ളം കുടിപ്പിക്കുന്ന ആളുകളുണ്ട്, നവോത്ഥാനത്തിന്റെ വെളിച്ചം അണക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഈ ഉമ്മത്തിനെ നിങ്ങൾ നഫീസത്ത് മാലയിൽ നിന്ന്, അതേപോലെ തന്നെ വെള്ളം ഊതി കുടിക്കലിൽ നിന്ന്, ഹൈക്കലിൽ ബന്ധിപ്പിക്കലിൽ നിന്ന്, ശബീരയിൽ നിന്നൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തന ബോധവൽക്കരണങ്ങളിലൂടെയാണ്. എന്നിട്ട് ഈ കാലത്ത് കാലം പുരോഗമിക്കുമ്പോ വീണ്ടും അതിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ഈ ചിലിയുള്ള ആധുനിക വിദ്യാഭ്യാസമൊക്കെ നേടിയെന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളില് ഇങ്ങനെ വിജ്ഞാനത്തിൽ പിന്നെ മഷി കലക്കി കുടിക്കുന്നതിനെ കുറിച്ച് റിസർച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ. എന്തൊക്കെ തരത്തിൽ ആധുനിക കാലത്ത് പോലും അത്തരത്തിലുള്ള ആത്മീയ ചൂഷണത്തിന്റെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കണം നമ്മള്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു മുടിയുമായി കടന്നു വന്ന്, എന്നിട്ട് ആ മുടി മുക്കിയ വെള്ളം കയ്യെത്തി ദൂരത്തുണ്ടായിട്ട് അദ്ദേഹത്തിന് അസുഖം ബാധിച്ച സമയത്ത് കോഴിക്കോട് നല്ല ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന് ഉറപ്പുള്ള ആധുനിക ടെക്നോളജിയുള്ള ഇത്ര ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത്. അനുയായികൾ മർക്കസിന്റെ വരാന്തയിലും പിന്നാമ്പുറങ്ങളിലും ഓരങ്ങളിലും മുറ്റങ്ങളിലും ഒക്കെ ക്യൂവിൽ ഇടം പിടിച്ച് വെയിലുള്ള സമയത്ത് പോലും ക്യൂ നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാ? പ്രവാചകന്റെ മുടി മുക്കിയ വെള്ളം അതൊരു ഔൺസ് കിട്ടാൻ വേണ്ടി, ഒരു 250 മില്ലി കിട്ടാൻ വേണ്ടി 1000 രൂപ അടച്ച് 500 രൂപ അടച്ച് ഓരോ മില്ലിക്ക് അനുസരിച്ചുകൊണ്ട് അങ്ങനെ പണമടച്ച് കാത്തുനിന്ന ക്യൂ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. എന്തിനാ വേണ്ടിയാ അത് വാങ്ങുന്നത്? രോഗം വന്നു കഴിഞ്ഞാൽ അതിന് അസുഖം, അതിന് ഭേദമുണ്ടാകാൻ വേണ്ടി. പ്രവാചകന്റെ മുടിമുക്കിയ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രോഗശമനം ഉണ്ടാകുന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കാന്തപുരസ്ഥാനല്ല അത് കൊണ്ടുവന്നത്. അദ്ദേഹം അത് കൊണ്ടുവന്ന് വിപണനം നടത്തി അതിന്റെ എല്ലാ സാധ്യതകളും ഉണ്ടാക്കി നോളേജ് സിറ്റിയോളം അത് എത്തിച്ചു. ആ ആത്മീയ ചൂഷണങ്ങളുടെ അകമ്പടിയോടെ പല വിധത്തിലുള്ള സാധ്യതകൾ ഉണ്ടാക്കിയ അദ്ദേഹത്തിന് അസുഖം വന്ന സമയത്ത് സോഷ്യൽ മീഡിയകളിൽ, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ, യൂട്യൂബുകളിൽ ആരെങ്കിലും വല്ല വീഡിയോയും നമ്മൾ കണ്ടോ? ഞാൻ കൊണ്ടുവന്ന ആ മുടി മുക്കിയ വെള്ളം കുടിച്ച് എന്റെ ക്ഷീണം മാറി, എന്റെ അസുഖത്തിന്റെ ഭേദമുണ്ടായി, ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടില്ല. അദ്ദേഹം ട്രീറ്റ്മെന്റ് എടുക്കുകയാണ്, ചികിത്സക്ക് വിധേയമാകുകയാണ്, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണ്. ഇസ്ലാമികൾ പറയുന്നത് രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡോക്ടർക്ക് പോകണം. പ്രവാചകന്റെ ഹദീസ്, അല്ലയോ മനുഷ്യരെ നിങ്ങൾ ചികിത്സിക്കണമെന്ന് പറയാൻ. ചികിത്സിക്കാത്ത ഒരു കാലത്ത് ചികിത്സിക്കണമെന്ന് പറഞ്ഞത് നവോത്ഥാനമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇനിയും ആ കാലത്തിലേക്ക് പൗരോഹിത്യം ഈ ഉമ്മത്തിനെ പറിച്ചു നടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല ഭാഷയിൽ, ഏറ്റവും ഉദാത്തമായ രൂപത്തിൽ നമ്മൾ പ്രതിരോധിക്കണം. വൈജ്ഞാനികമായ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഈ സമൂഹത്തെ പ്രബുദ്ധതയിലേക്ക് നയിക്കുക എന്ന് പറയുന്നത്. പ്രവാചകന്റെ ഹദീസ്, പ്രവാചകന്റെ മാതൃക, മുൻഗാമികളുടെ മാതൃക. രോഗം വന്നാൽ ചികിത്സ
ചികിത്സിക്കണം. ശരീരത്തിന് അസുഖം ബാധിച്ചു കഴിഞ്ഞാല് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. ആരോഗ്യ ശരീരത്തിന് ഹൃദയത്തിനാണ് അസുഖമെങ്കിൽ കാർഡിയോളജിസ്റ്റിനെ പോയി കാണണം. കണ്ണിനാണ് അസുഖമെങ്കിൽ കണ്ണ് ഡോക്ടറെ പോയി കാണണം. ചെവിക്കാണ് അസുഖമെങ്കിൽ ENT പോയി കാണണം. മനസ്സിനാണ് അസുഖം ബാധിച്ചത് എങ്കിൽ മനഃശാസ്ത്ര വിശാരദന്മാരെ സൈക്കോളജിസ്റ്റിനെ സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. ഖുർആൻ തെറാപ്പിക്ക് പോകുന്ന ആളുകളുണ്ട്, ഇന്നിറക്കാൻ പോകുന്ന ആളുകളുണ്ട്, സാത്താൻ സേവാ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ട്. കരുനാഗപ്പള്ളിയിൽ ഹസീന എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പിതാവിന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു ഉസ്താദ് അടിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ഹസീന എന്ന് പറയുന്ന സഹോദരിയുടെ നട്ടെല്ലിന് അടിയേറ്റ ക്ഷതം മരണകാരണമായി തീർന്നു എന്ന റിപ്പോർട്ടുണ്ട്. നാദാപുരത്ത് വിവാഹമോചിതയായിട്ടൊരു സഹോദരി വിവാഹം വീണ്ടും നടക്കാൻ വേണ്ടിയിട്ട് ഒരു ജിന്നുമ്മയുടെ അടുത്തേക്കാ പോയത്. എന്നിട്ട് സാധാരണ മണ്ണെണ്ണ കൊണ്ടെന്നൊക്കെയോ കാര്യങ്ങൾ പൂജയും നടത്താറുണ്ട് എന്നാൽ ആ സമയത്ത് പെട്രോൾ കൊണ്ടാ നടത്തിയത്. കത്തിപ്പിടിച്ച് നാദാപുരത്ത് ആ സഹോദരിയുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ ഹൈറുണ്ടാകാൻ വേണ്ടി ആഗ്രഹം സഫലീകരിക്കപ്പെടാൻ വേണ്ടി ഈ പൗരോഹിത്യം, ഈ പാവപ്പെട്ട ഉമ്മത്തികളെ, സാധാരണക്കാരായ ആളുകളെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? ചികിത്സയുടെ പേര് പറഞ്ഞ് മനസ്സ് നന്നാകാൻ വേണ്ടി, മനസ്സിന് ബാധിച്ച അസുഖം മാറാൻ വേണ്ടി. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചികിത്സിക്കണമെന്നാണ്. അപ്പൊ മനസ്സിന് അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റുകളുടെ അടുത്തേക്ക് പോകുക, മനഃശാസ്ത്ര വിശാരദരുടെ അടുത്തേക്ക് പോകുക, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗിന് വിധേയമാകുക, എന്നിട്ട് മരുന്ന് കഴിക്കുക. പിന്നീട് പ്രാർത്ഥനയാകുന്ന മന്ത്രം. ഇസ്ലാമിൽ മന്ത്രവാദമില്ല, ആ വക ചൂഷണങ്ങളൊന്നുമില്ല. ഇസ്ലാമിൽ മന്ത്രമുണ്ട്. മന്ത്രം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന റബ്ബിനോട് മാത്രമാണ്. 4 സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഏകനായിക്കൊണ്ട് ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്യാൻ വേണ്ടി കടന്നു വന്ന മഹാപ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തിയപ്പോ എനിക്ക് രോഗം ബാധിച്ചാൽ ശമനം നൽകുന്നത് ശങ്കാണി എന്നല്ല പറഞ്ഞത്, ശമനം നൽകുന്നത് ഏലസാണി എന്നല്ല പറഞ്ഞത്, ശമനം നൽകുന്നത് പിൻഗാമികളായ പ്രവാചകന്മാരാണ് എന്നല്ല പറഞ്ഞത്. എനിക്ക് രോഗശമനം നൽകുന്നത് പിൻഗാമികളായ പ്രവാചകന്മാരുടെ ബർക്കത്തിലൂടെയാണ് എന്നല്ല പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലെ 26-ാം അധ്യായം സൂറത്തുൽ ശുഅറായിലെ ഇബ്രാഹിം നബി അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന പല സൂക്തങ്ങൾക്കിടക്ക് പറയുകയാണ്, എനിക്ക് രോഗം ബാധിച്ചാൽ ശമനം നൽകുന്നത് എന്റെ റബ്ബാണ് എന്നാണ്. ആ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട്, അവൻ ജീവിച്ചിരിക്കുന്നുണ്ട്. എന്തിനാണ് അവനിൽ നിന്ന് അകന്നു പോകുന്നത്? എന്തിനാണ് സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നത്? എന്തിനാണ് സന്മാർഗം നമ്മളെ ഹോമിച്ച് കളയുന്നത്? പാടില്ല. അതുകൊണ്ട് ഡോക്ടറെ അടുത്ത് ചെല്ല, എന്നിട്ട് പഥ്യമാചരിക്കുക, റെസ്റ്റ് എടുക്കേണ്ടത് റെസ്റ്റ് എടുക്കുക, മരുന്ന് കഴിക്കുക, കാര്യകാല ബന്ധങ്ങൾക്കുള്ളിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. എന്നിട്ട് അഭൗതികമായി അദൃശ്യമായി രോഗശമനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക. അവിടെ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, ദിക്ർ, ദുആകൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹുവേ റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവേ, ഇശ്ഫി, നീ ശമനം നൽകണം. അൻതശാഫി, നീയാണ് ശമനം നൽകുന്നവൻ. സിഎം ആണ് എന്നല്ല, ഉദീശയ്ക്കാണ് എന്നല്ല, അമരം തങ്ങളാണ് എന്നല്ല, പാറപ്പള്ളിയിലെ ഉപ്പോപ്പയാണ് എന്നല്ല, പുതിയങ്ങാടിയിലെ യാഹു തങ്ങളാണ് എന്നല്ല, അല്ലാഹുവേ നീയാണ് ശമനം നൽകുന്നവൻ. മരണമില്ലാത്ത, മയക്കമില്ലാത്ത, മറവിയില്ലാത്ത, എല്ലാം കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, നിർണയിക്കുന്ന, നിയന്ത്രിക്കുന്ന നാഥ, നീയാണ് ശമനം നൽകുന്നവൻ. ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നീ നൽകുന്ന ശമനമല്ലാതെ മറ്റൊരു ശമനമില്ല. ശിഫാ അല്ലാ യുഗാദിറു സഖമാ, രോഗങ്ങളില്ലാതാക്കുന്ന വിധത്തിലുള്ള ശമനമാണ് നിന്റെ സവിധത്തിൽ അനുഗ്രഹമായി ലഭിക്കുന്നത്. അതുകൊണ്ട് എന്റെ അസുഖം നീ ഭേദമാക്കി തീർക്കണമേ റബ്ബേ. കാണേണ്ടവരെ കണ്ടു, ഡോക്ടറെ കണ്ടു, മരുന്ന് കഴിച്ചു. നീയാണ് രോഗം പരീക്ഷണമായി നൽകിയത്. ആ പരീക്ഷണത്തിൽ നിന്നിലാണ് എനിക്ക് തവക്കുലാക്കാനുള്ളത്, നിന്നോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നീ എനിക്ക് ശമനം നൽകണമെന്ന പ്രതീക്ഷയോടുകൂടിയായിരിക്കണം രോഗത്തെ ഒരു പരീക്ഷണമാക്കി കണക്കാക്കി വിശ്വാസി സഹനം അവലംബിക്കേണ്ടത്. സഹനം അവലംബിക്കുക. അതല്ലാതെ നമ്മൾ വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും പല കോലത്തിലും പറയും. കുടുംബക്കാർ പറയും, അയൽവാസി പറയും, വിചാരിച്ച അസുഖമല്ലോ കുട്ടിക്ക്, വിചാരിച്ച അസുഖമല്ല, വെറുതെ ഡോക്ടറെ കിടന്ന് കഴിക്കണ്ട, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മാത്രം കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുത്തണ്ട എന്നൊക്കെ പറഞ്ഞ് ഇത് അവര് നോക്കിയതാ, ഇവര് നോക്കിയതാ. അവര് ചെയ്ത്
ഇവര് ചെയ്തതാ കോഴിത്തലയാൻ, തേങ്ങയാൻ, മാങ്ങയാൻ, കരിക്കാണ്, ഇങ്ങനെ പലതും പറഞ്ഞ് പേടിപ്പിക്കുന്ന ആളുകളൊക്കെ കുടുംബത്തിലും നാട്ടിലും സമൂഹത്തിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഉണ്ടാകും. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബോധാന പൈതൃകം അവകാശപ്പെടുന്ന വിശ്വാസി സമൂഹമായി മാറാൻ ഇസ്ലാമിക ഉമ്മത്തെ നിങ്ങൾക്ക് സാധിക്കണം. ഏതാണ് ആ മാർഗം? വിശുദ്ധ ഖുർആൻ അലൈഹിസ്സല്ലാഹു ബികാഫിൻ അബ്ദ, തന്റെ അടിമക്ക് അല്ലാഹു പോലെ. അനുഗ്രഹീത ഗായകൻ എസ് എ ജമീൽ ചോദിച്ചതുപോലെ അഖിലാണ്ടനാഥൻ അല്ലാഹുവാണ്, ആത്മാവിൽ വിശ്വസിപ്പോരേ. എത്ര മനോഹരമായ ഗാനാണ്. യുക്തിവാദികൾക്ക്, നിരീശ്വര നിർമ്മതവാദികൾക്ക്, ദൈവനിഷേധികൾക്ക് എല്ലാവർക്കും മറുപടിയാണ്. ഒരു 10-16 വരി കൊണ്ട്, ഒരു 5 മിനിറ്റ് ഗാനം കൊണ്ട് സർഗാത്മകമായി അന്ധവിശ്വാസാത്മീയ ചൂഷണ മതനിഷേധ ദൈവനിഷേധ പ്രവണതകൾക്കെതിരെ പ്രതിരോധവും പ്രകമ്പനവും സൃഷ്ടിക്കുന്ന മനോഹരമായ ഗാനം. അതാണ് എസ് എ ജമീലിന്റെ തൗഹീദി ഗാനം പറയുന്നത്. ഇതിലെങ്ങനെ വരികളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ആരിലേക്കാണ് നമ്മൾ പ്രാപിക്കുന്നത്, ആരിലേക്കാ ചെല്ലുന്നത്, ഏത് ചൂഷണത്തിലാണ് പെടുന്നത്? ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാലുള്ള 4-5 വരികളുണ്ട്. ഇങ്ങനെ പറയാ, ഗുരുവായൂർ ശബരിമലയാത്രയുമല്ലേ, നാനാവിധ ദർഗപൂജയും ജാറമൂടലും ശൈഖും മുരീദും തങ്ങളും ത്വരീഖത്തും അല്ലാ മുസ്ലിം ശരീഅത്ത്, ശൈത്താനെ വിട്ട് റബ്ബിന്റെ നേർക്ക് ചെന്നാൽ കിട്ടും ഹിദായത്ത്, നിങ്ങൾക്കൊരല്ലാഹു പോരേ, നിങ്ങൾക്കൊരല്ലാഹു പോരേ. ഇതൊക്കെ ആയത്തിന്റെ ആദർശാവിഷ്കാരമാണ് എസ് എ ജമീൽ കവിതയിലൂടെ ഇങ്ങനെ ചിട്ടപ്പെടുത്തിയെടുത്തത്. നിങ്ങൾക്കൊരു അല്ലാഹു പോരെന്ന് ചോദിച്ചാൽ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം മനുഷ്യ വിമോചന ഗ്രന്ഥമായ വിശ്വാസ വിശുദ്ധിയുടെ വിളംബരം നടത്തുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിലോ സൂറത്തുൽ റഅദിലെയോ സൂക്തം അതാണ് അലൈഹിസ്സല്ലാഹു ബികാഫിൻ അബ്ദ, തന്റെ അടിമക്കന്ന പോലെ, വല്ലദീന യുഖവ്വിഫൂനക മിൻ ദൂനി, അല്ലാഹുക്ക് പുറമെയുള്ളവരെ പറഞ്ഞ്, അല്ലാഹുക്ക് പുറമെയുള്ള വസ്തുക്കളെ പറഞ്ഞ്, യുഖവ്വിഫൂനക, അവർ നിന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും, ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും, നിർഭയത്വം നഷ്ടപ്പെടുത്താനുള്ള പ്രദാശനം നടത്തിക്കൊണ്ടിരിക്കും. അതിൽ തല വെച്ചു കൊടുക്കരുത്, അതിൽ തല വെക്കരുത്, ചിന്തിക്കണം. നിങ്ങളത് ചിന്തിക്കാത്തതെന്നാൽ അക്കലും നക്കലും കൊടുക്കണം, പ്രമാണവും ബുദ്ധിയും കൊടുക്കണം. എന്നെ പറ്റിക്കുകയാണ്, എന്റെ നിർഭയത്വം നഷ്ടപ്പെടുത്തുകയാണ്, അവൾ എന്നെ തകർക്കും, അവൻ എന്നെ തകർക്കും, ആ നോട്ടെന്നെ തകർക്കും, ആ ചെയ്തെന്നെ തകർക്കും. നമ്മള് അന്ധവിശ്വാസത്തിന്റെ പഠിക്കര് ഷെരീഫും സുബിൽഷാദും തമ്മിൽ വയനാട് ജില്ലയിലെ ഹോട്ടൽ നടത്തുന്ന സുബിൽഷാദിന്റെ ഹോട്ടലിന്റെ മുമ്പില് കോഴിത്തലയും അതേപോലെ കുറച്ച് പൂക്കളും വാഴയിലയും കണ്ടു. അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. CCTV പോയി നോക്കിയപ്പോ ഷെരീഫ് കൂടോത്രം ചെയ്തിട്ട് കൊണ്ടുവന്നിടുന്ന രംഗം അങ്ങനെ കാണുക. പിന്നീട് താറ് ജീപ്പ് ഉപയോഗിച്ച് സുബിൽഷാദ് പോകുന്ന ഓട്ടോറിക്ഷയെ ഇടിപ്പിക്കുക, എന്നിട്ട് ബോധപൂർവ്വം. അത് ആക്സിഡന്റ് എന്നാ വിചാരിച്ചത്. 4 മാസം മുമ്പ്, കഴിഞ്ഞ റമദാന്റെ തൊട്ട് മുമ്പ്, 1 മാസം മുമ്പ് നടന്ന സംഭവമായി പറയുന്നത്. മലയാളക്കരയിൽ, പ്രബുദ്ധ കേരളത്തിൽ ഇസ്ലാമിക ഉമ്മത്തിന്റെ ഇടക്കായി സംഭവിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ. നമ്മളിപ്പോ ഇശാസ്കരിച്ചിട്ടാണോ വരുന്നത്? ഇശാസ്കാരത്തിന് ശേഷം എന്താ പറഞ്ഞത്? അല്ലാഹുവേ ലാ മാനിഅ ലിമാ അഅ്തൈത, നീ നൽകിയ ഒന്നിനെ തടയാൻ ഒരുത്തനും ഒന്നിനും സാധ്യമല്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞ ഒന്നിനെ നൽകാനും ഒരാൾക്ക് സാധ്യമല്ല. ഈ ദിക്ർ സുന്നി മുജാഹിദ് വ്യത്യാസമില്ലാതെ എല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരല്ലേ, ചൊല്ലേണ്ടതല്ലേ? എന്നിട്ട് എന്താ ചെയ്തത്? എന്നിട്ട് തന്റെ ഹോട്ടലിൽ അവനത് കൊടുത്തിട്ട് അവനെ വെറുതെ വിടൂല. മനുഷ്യ അന്ധവിശ്വാസിൽ ചെന്ന് പെട്ടാള പ്രശ്നമാണിത്. 2 കുടുംബങ്ങൾ സങ്കടക്കടലായി മാറിയില്ലേ, ജയിലിൽ പോകേണ്ടി വന്നില്ലേ, ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്. പോലീസ് അന്വേഷണത്തില് ഈ ആക്സിഡന്റിന് സാധ്യതയില്ലാത്ത ഒരു ഡയറക്ട് റോഡിൽ എങ്ങനെയാണ് ഈ ജീപ്പ് ഓട്ടോറിക്ഷ ഇടിച്ചത് എന്ന് അത് പാസ് ചെയ്ത ഭാഗത്ത് ഒരു CCTV ഉണ്ടായിരുന്നു. അതിന്റെ ക്യാമറ കൂടി നോക്കിയപ്പോ ബോധമോടിക്കുന്ന രംഗം. പിന്നെ അത് അന്വേഷിച്ച സമയത്താ പറഞ്ഞത്, എന്റെ കച്ചവടം മുട്ടിക്കാൻ വേണ്ടിട്ട് ഓൻ എനിക്കെതിരെ കൂടോത്രം ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, എന്റെ കയറ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനത് കോഴിത്തലയും അതേപോലെ വാഴയുടെ ഇല, അങ്ങനെ കോഴിത്തല, വാഴയുടെ ഇല,
ഏതാനും പൂക്കൾ. സഹോദരങ്ങൾ, ഇതിനൊക്കെ കോഴിത്തലക്കും പൂക്കൾക്കും വാഴയിലക്കും നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യാൻ കഴിയുക? വീട് പണിയെ, രോഗം, കച്ചവടം, കല്യാണം, ദിവസപ്രശ്നം, മാസപ്രശ്നം, പുറത്തിറങ്ങിയ പ്രശ്നം, പൂച്ച മുന്നിലൂടെ ഓടിയ പ്രശ്നം, എന്തൊക്കെയാണ് ഈ തൗഹീദി നവോത്ഥാന വഴിയിലെ ഉള്ളും മുരിക്കുമായി പലതും കൊണ്ടുവന്നിട്ടുള്ളത്. അതിനൊക്കെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകണമെങ്കിൽ കോമൺ സെൻസ് വേണം, ചിന്ത വേണം, ബുദ്ധി വേണം, ആയത്തറിയണം, ഹദീസ് അറിയണം, ചരിത്രം അറിയണം, പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കണം. ആയത്ത് മാത്രമല്ല, ശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 51-ാം സൂക്തത്തിൽ നബിയെ പറയുക, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. പ്രവാചകനെ പറയണേ, പ്രഖ്യാപിക്കണേ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു എന്താണോ ഞങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത് എങ്കിൽ അതേ ഞങ്ങൾക്ക് സംഭവിക്കുകയുള്ളൂ. ഹുവ മൗലാനാ, അവനാണ് ഞങ്ങളുടെ യജമാനൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. വരമേൽപ്പിക്കുന്ന വിശ്വാസികൾ ആ റബ്ബിൽ വരമേൽപ്പിക്കട്ടെ എന്ന് പറയാം. ആ റബ്ബിൽ വരമേൽപ്പിക്കുക. ഇതാണ് മുജാഹിദുകൾ ഇസ്ലാമികളോട് പറയുന്നത്. ഒരു കേന്ദ്രത്തിലേക്കും ഒരു ശക്തിയിലേക്കും ഒരു വ്യക്തിയിലേക്കും പോകണ്ട. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് ഖൈറാകട്ടെ, ശർറാകട്ടെ, പരീക്ഷണമാകട്ടെ, അനുഗ്രഹമാകട്ടെ, എന്ത് സംഭവിച്ചാലും ഉണ്ടായാലും തൗഹീദിന് ഇളക്കം തട്ടാൻ പാടില്ല. അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും, പക്ഷേ പരാജയപ്പെടുത്തുകയില്ല. അല്ലാഹു നിങ്ങൾക്ക് തുറവി നൽകും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ചെങ്കടൽ കടത്തി കൊണ്ടുപോയതുപോലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ രക്ഷപ്പെടുത്തിയതുപോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബദറിന്റെ രണാങ്കണത്തിൽ വിജയിപ്പിച്ചതുപോലെ, അതേപോലെ തന്നെ പ്രവാചക ശൃംഖലയിലെ നിർണയിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ചരിത്രത്തിന്റെ ചിന്തകളാണ് വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നത്. നിശ്ചിത പ്രവാചകന്മാരുടെ പേര്, അതിൽ തന്നെ നിശ്ചിത പ്രവാചകന്മാരുടെ ജീവിതത്തിലെ പരീക്ഷണത്തിലെ നിർണായക ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങളിൽ അവർ സ്വീകരിച്ച നടപടിക്രമം, ആദർശബോധ്യം, തവക്കുൽ. എന്തിനാ നമ്മളും മക്കളും പഠിക്കുന്നത്? എന്തിനാ വിശുദ്ധ ഖുർആനിന്റെ അനുയായികളാകുന്ന വിശ്വാസികൾ പഠിക്കുന്നതും തിരിച്ചറിയുന്നതും? കാലം എത്ര പുരോഗമിച്ചാലും, എത്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലായിരുന്നാലും, എത്ര ബുദ്ധി സാമർഥ്യം ഉണ്ടായാലും, ഏതൊക്കെ ടെക്നോളജിയിൽ അഭിരമിച്ചു കഴിഞ്ഞാലും, മനുഷ്യന് സമാധാനം ഉറപ്പുവരുത്തുന്ന വിശ്വാസ വിഷയത്തിൽ ജീർണത ഉണ്ടായിത്തീരും. അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകും. കാരണം അത് വരുന്ന വഴികളെ അത് കൃത്യമായി അടക്കപ്പെടേണ്ടതുണ്ട് എന്ന നിർബന്ധ ബുദ്ധി തീർച്ചയായിട്ടും തൗഹീദി ബോധനത്തിൽ ഇസ്ലാമികൾക്കുണ്ട്. വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 107-ാം സൂക്തം, വയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ വയംസസ്കല്ലാഹു ബിദുർരിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു ഒരു ഉപദ്രവം, ഒരു പ്രയാസം അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ, മനസ്സിലങ്ങ് കോറിയിടണം, ഉറപ്പുവരുത്തിയേക്കണം. അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അതിനെ നീക്കം ചെയ്യാൻ സാധ്യമല്ല. ഒരു കേന്ദ്രത്തിലേക്കും പോയിട്ട് കാര്യമില്ല, ഒരു പരിഹാരക്രിയ ചെയ്തിട്ടും കാര്യമില്ല. കാരണം അല്ലാഹുവാണ് അത് വിധിക്കുന്നവൻ. ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ, ആ റബ്ബിനല്ലാതെ അതിനെ മാറ്റാൻ സാധ്യമല്ല തന്നെ. വൈദിക ബിഖൈരിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരു ഖൈർ, ഒരു നിഅമത്ത്, ഒരു അനുഗ്രഹം അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു നൽകി കഴിഞ്ഞാൽ ഫലാ റാദ ലിഫളിഹി, അതിനെ എടുക്കാൻ, അതിനെ തടസ്സമുണ്ടാക്കാൻ, അതിനെ പ്രതിബന്ധമായി തീരാൻ ഒരാൾക്കും കഴിയുകയില്ല. ഒരിക്കലും മരിക്കാത്ത നാഥനിൽ വരമേൽപ്പിച്ചു കൊള്ളണം എന്ന് പറയാൻ അല്ലാഹുവിനുള്ള ഒരു വിശ്വാസം, ആ ഒരു തൗഹീദി ബോധം, ആ ഒരു തവക്കുൽ ഉമ്മത്തിനുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മുടെ ആഗ്രഹങ്ങൾ കേൾക്കും, എല്ലാം കേൾക്കുന്നവനായി അല്ലാഹു നമ്മുടെ കൂടെ. അവനോട് തേടിയാൽ മതി എന്നാണ്. പക്ഷേ പലപ്പോഴും അവരോട് തേടിയാൽ പോരാ, മറ്റുള്ളവരോട് തേടണം. കുറ്റങ്ങൾ ചെയ്തവരാണ് എന്നൊക്കെ പറയുമ്പോഴും അവിടെയും ഓർക്കേണ്ട സൂക്തം വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ. വിശുദ്ധ ഖുർആനിലെ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹയിലെ 5-ാം സൂക്തത്തിൽ നിസ്കരിച്ച സമയത്ത് 4 റക്അത്തിലും ഇമാമെന്നോ മഅ്മൂമെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ പാരായണം ചെയ്ത സൂക്തം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ
സഹായം ചോദിക്കുന്നു എന്ന് പറയുന്നത് മൺമറഞ്ഞു പോയവരോടല്ല, ജിന്നുകളോടല്ല, മലക്കുകളോടല്ല, ആൾ ദൈവങ്ങളോടല്ല, ഒന്നിനോടുമല്ല. ആരോടാണ് ഭൗതികമായി സഹായം തേടുന്നു എന്ന് ഓരോ മുസ്ലിമും നമസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ ഓതുമ്പോ 5-ാമത്തെ ആയത്തെത്തുമ്പോ ഒരു പ്രതിജ്ഞ കണക്കെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മോട് ആവർത്തിച്ച് പാരായണം ചെയ്യിപ്പിക്കുകയാണ്. നമസ്കാരത്തിലെ നിർബന്ധ ഘടകമാകുന്ന റുക്നാകുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ 5-ാമത്തെ ആയത്ത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എത്ര കൃത്യമാണ് ആലോചിച്ച് നോക്ക്. ഈ അടുത്ത് വരെ നടന്ന സംസ്ഥയുടെ സമ്മേളനത്തിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതും സംഘടനാ പ്രവർത്തനം നടത്തുന്നതും എന്നതിന് ഉത്തരമായി കൊണ്ട് അവിടെ നൽകപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖേദകരമെന്ന് പറയട്ടെ, പറയാതിരിക്കാൻ നിർവാഹമില്ല. അല്ലാഹുവിന്റെ പുറമെയുള്ളവരോട് സഹായം ചോദിക്കാം, പ്രാർത്ഥിക്കാം. ഒക്കെ അങ്ങനെ പച്ചക്ക് പറയാ. അല്ലാഹ് പണ്ടൊക്കെ ഇതൊക്കെ പറയുമ്പോൾ ഒരു ഗൗരവം ഉണ്ടായി. കാരണം ഇസ്തിഗാസ എന്നൊക്കെ ഓമന പേരിട്ടിട്ട് അല്ലാഹുവില്ലാത്ത ആളുകളുടെ ഇസ്തിഗാസ താടാ, സഹായം താടാന്ന് ദുആ മാത്രം എന്ന് നിലയ്ക്ക് പതൊക്കെ ഐറ്റം മാറ്റി. കാരണം സിയമിനെ തന്നെ പഠിച്ചവനാക്കി മാറ്റിയാണ്. പിന്നെ ഇപ്പൊ എന്തും പറയാം എന്നിടത്തേക്ക് എത്തിയപ്പോ പ്രാർത്ഥനകൾ അടക്കം അല്ലാഹുവിന് പുറമെയുള്ളവരോട് ആക്കി തീർക്കാന്ന് പറയുമ്പോ സൂറത്തുൽ ഫാത്തിഹയിൽ ഓതുന്ന ആയത്തിന്റെ അവസ്ഥ എന്തായി തീരും? ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തേട്ടം അതല്ലേ മുൻഗാമികൾ നിർവഹിച്ചത്. അല്ലാഹുവോട് മാത്രം എല്ലാ പ്രവാചകന്മാരും അതല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. പ്രവാചകൻ വിശ്വാസി സമൂഹത്തിന് ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ ജീവിത പ്രാർത്ഥന നിർഭരമാണ്. ഏതെങ്കിലും ഒരു പ്രാർത്ഥന, ഏതെങ്കിലും ഒരു സഹായത്തേട്ടം, ഏതെങ്കിലും ഒരു ആവശ്യം ബോധിപ്പിക്കൽ അല്ലാഹുക്ക് പുറമെയുള്ളവരോട് തേടാനുള്ള പദാവലികൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിപ്പിച്ചിട്ടില്ല. നേരെ ചൊവ്വേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര ലളിത, ഒരു കെട്ടി കൊടുക്കൂല. ഞാൻ നേരത്തെ പറയും മതം വളരെ എളുപ്പം എന്ന് പറയാനുള്ള കാരണം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ മാതനാ വഇലൈഹി നുശ്ർ, അല്ലാഹുവിനെ സ്തുതിച്ചിട്ട് ഉണരാണ് എല്ലാ മുസ്ലിമീങ്ങളും. ഈ പ്രാർത്ഥന അതല്ലേ സഹിഹായ ഹദീസിലൂടെ വന്ന പ്രാർത്ഥന, അതിൽ തർക്കമില്ല. പിന്നെ ഏതിലാണ് നമ്മൾ തർക്കിക്കുന്നത്? അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനും സഹായം തേടാനും വേണ്ടി എവിടെയായി മതം സ്പേസ് കൊടുക്കുന്നത്? അങ്ങനെ കൊടുക്കോ? ഇല്ല, അങ്ങനെ കൊടുക്കൂല. അങ്ങനെ എല്ലാ പ്രാർത്ഥനയും വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, സുബ്ഹാനല്ലദീ, അല്ലാഹുവാണ് പരിശുദ്ധൻ എന്ന് പറയാ. അവിടെ അല്ലാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ വരമേൽപ്പിക്കുന്നു എന്ന് പറയാൻ. ആരെല്ലാം വരമേൽപ്പിക്കുന്നത്? അല്ലാഹുവിലാ വരമേൽപ്പിക്കുന്നത്. എന്നിട്ട് ഈ ഖൗമ അല്ലാഹുവിൽ വരമേൽപ്പിച്ച് പുറത്തിറങ്ങണം. വാഹനത്തുകാരെ സുബ്ഹാനല്ലദീ സഖറ ലനാ ചൊല്ലണം. എന്നിട്ടും യഖീനാകുന്നില്ല. പിന്നെയും വാഹനം എടുത്ത് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം എടുത്താല് ഈ ഖൗമിൽ പലരും ചെയ്യുന്ന ജാറങ്ങളിലേക്ക് പോകുക. വാഹനം നിർത്താൻ സ്പേസ് ഇല്ലാത്ത കോലത്തില് അവിടെ നിങ്ങൾ പുതിയങ്ങാടിയിലൊക്കെ ആ ജാറം മൈതാനൊക്കെ കണ്ടിട്ടില്ലേ? അതേപോലെ ഏർവാടിയിലേക്ക് പോവുക. ഫസ്റ്റ് ട്രിപ്പിന് എന്ത് ചെയ്യാണ്? ഏർവാടിയിലേക്ക് പോവുക. കണ്ട് പോയി തിരിച്ചു വരുമ്പോ ആക്സിഡന്റ് സംഭവിച്ചപ്പോ ചോദിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. എന്തായി? അവിടൊക്കെ പോയി വന്നിട്ട് ആക്സിഡന്റ് ആയില്ലേ? അപ്പൊ തിരിച്ചു കൊടുത്ത മറുപടി എന്താ? പോയി വരണോണ്ട് അവിടെ പോയി വരണോണ്ട് ഇങ്ങനെ ജീവൻ തിരിച്ചു കിട്ടി കഴിച്ചില്ലായി. കൗമിനെ ഏത് കോലത്തിലാണ് നന്നാക്കുക എന്നുകൂടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അവിടെ ഒരു ആക്സിഡന്റ്, ഒരു അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏർവാടിയിലെല്ലാം പോയിട്ട് എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന ഒരു ചെറിയൊരു പച്ച തുണിക്കഷ്ണം ഉണ്ടാവും. ആ തുണിക്കഷ്ണം സ്റ്റാറിങ്ങിന്റെ ബാക്കില് അതിന്റെ സ്റ്റാറിങ്ങിന്റെ ബാക്കിലായിട്ട് കെട്ടിയിടും. അപ്പൊ സംരക്ഷിതായി എന്നാണ് അതിന്റെ അർത്ഥം. ഹിമായത്തുൽ ഔലിയാ, ഔലിയാക്കന്മാരുടെ പ്രത്യേക സംരക്ഷണ കരവലയങ്ങളിൽ ഉൾപ്പെട്ടു. പിന്നെ യാത്രയിൽ പ്രശ്നം ഉണ്ടാകൂല. പക്ഷെ വരുമ്പോ തന്നെ അപകടമാകുമ്പോ ആ അപകടത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടി മനുഷ്യൻ മനനം ചെയ്യുന്നവനാ, ചിന്തിക്കുന്നവനാ. ഒന്ന് കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിക്കടാ എന്ന് നമ്മൾ സ്നേഹത്തോടു കൂടി പറയുമ്പോ തിരിച്ചു പറയുന്ന അവിടെ പോയി വരുന്നതുകൊണ്ടാണ് ഈ രൂപത്തിലെങ്കിലും രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോ അവരൊക്കെ രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിന്റെ തൗഫീഖ് തന്നെ വേണ്ടി വരും.
അള്ളാഹു തന്നെ ഹിദായത്ത് കൊടുക്കേണ്ടി വരും. കാര്യങ്ങളെ വിച്ഛേദിച്ച് മനസ്സിലാക്കുവാനുള്ള കൊടുക്കണം. അള്ളാഹു നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ വ്യതിചലിച്ചു പോവുക. എന്നാൽ വല്ല മാർഗം മുസ്ലിമിന്റെ ദൈനംദിന ജീവിതത്തിൽ ഒരു മാർഗമില്ല. ഒരു ലൂപ്പ് ഹോൾ പഴുതടച്ചിട്ടാണ് അള്ളാന്റെ പ്രവാചകൻ എല്ലാ പ്രാർത്ഥനാ പ്രകീർത്തനങ്ങളും പഠിപ്പിച്ചു തന്നത്. അതാണ് രോഗത്തിന്റെ വിഷയത്തിൽ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നു, യാത്രയിൽ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നു, പള്ളിയിൽ കയറുമ്പോ അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടം എനിക്ക് നീ തുറന്നു തരണം എന്ന് പറയാൻ. ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാല് നമുക്ക് പരിചയമില്ലാത്തൊരു നാട്, അല്ലെങ്കിൽ ഒരു സാഹചര്യം, അതല്ലെങ്കിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇസ്തിആദത്ത് ശരണം തേടണം. ആരോടാ ശരണം തേടേണ്ടത്? എന്താണ് ഇസ്തിആദത്തിന്റെ കലിമ? സഹിയായ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ട പദമേതാ? നമ്മളും പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം. വ്യത്യസ്ത ആക്സിഡന്റുകൾ എപ്പോ എങ്ങനെ സംഭവിക്കാന്ന് പറയാൻ കഴിയില്ല. ആരെക്കൊണ്ടാ നമുക്ക് മുസീബത്തും ബുദ്ധിമുട്ടുണ്ടാകുക എന്ന് പറയാൻ കഴിയില്ല. ഏതൊക്കെയാണ് അപകടമായി കടന്നു വരിക എന്ന് പറയാൻ കഴിയില്ല. വെള്ളം നമുക്ക് ആവശ്യം, വെള്ളപ്പൊക്കമായി മാറിക്കഴിഞ്ഞാലോ, തീ നമുക്ക് ആവശ്യം, തീപിടുത്തുണ്ടായി കഴിഞ്ഞാലോ, വാഹനങ്ങൾ യാത്ര ആവശ്യം, ആക്സിഡന്റുകൾ സംഭവിച്ചു കഴിഞ്ഞാലോ, കോട്ടക്കലെല്ലാം കണ്ടില്ലേ? അവിടെ പത്രത്തിന്റെ ഓഫീസിന് മുമ്പിൽ നടന്ന അപകടത്തിന്റെ ആക്സിഡന്റ് ഒരു വൈറൽ വീഡിയോ അവിടെ കുടുംബ ഗ്രൂപ്പുകളിലും അതല്ലാത്ത ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. ഒരു ഉമ്മയും മകനുമാണെന്ന് എന്റെ ഓർമ്മ. അങ്ങനെ നടന്നു പോകുക റോഡ് സൈഡിലൂടെ, റോട്ടിലൂടെയാണോ നടക്കുന്നത്? ആ ലൈന് തെറ്റിച്ചിട്ടാണോ നടക്കുന്നത്? റോട്ടിൽ കയറിയിട്ടുണ്ടോ? ഇല്ല. ദൂരം പാലിച്ച് റോഡ് സൈഡിലൂടെ നടന്നു നീങ്ങുന്ന സമയത്ത് നിയന്ത്രണം വിട്ട ഒരു വാഹനം വന്ന്, ഒരു കാറ് വന്ന് ഇടിച്ച് തെറിപ്പിക്കുന്ന രംഗാണ്. ആ കുട്ടി അവമാനം കണ്ട് ഇടിച്ച് ആണ്ട് കൊണ്ടുപോകാൻ ചിന്തിച്ചു പോയി. അഊദു ബികലിമാത്തില്ലാഹി തആമാതി മിൻ ശർരി മാ ഖലഖ. അഊദു ബികലിമാത്തില്ലാഹി തആമാതി, അല്ലാഹുവേ നിന്റെ പൂർണ്ണ നാമങ്ങൾ കൊണ്ട് എല്ലാ അസ്മാഉൽ ഹുസ്നയെ മുൻനിർത്തി നിന്നോട് ഞാൻ ശരണം തേടുകയാണ്. മിൻ ശർരി മാ ഖലഖ, നീ സൃഷ്ടിച്ചതിന്റെ കെടുതിയിൽ നിന്ന്. മനുഷ്യരാകട്ടെ, മറ്റുള്ളതാകട്ടെ, ആരാകട്ടെ, എവിടെയാകട്ടെ, എന്തൊക്കെ കെടുതിയാണോ അതുവഴി വരാൻ സാധ്യതയുള്ളത് എങ്കിൽ അതിൽ നിന്നൊക്കെ നിന്നോട് ഞാനിതാ ശരണം തേടുകയാണ് എന്ന് പറയുന്ന ഇസ്തിആദത്ത്, ശരണം തേടൽ. പറയുന്നതൊക്കെ അല്ലാഹുവിനോടാ, ഇതൊക്കെ അല്ലാഹുവിനോട് നേർക്ക് നേരെ. പക്ഷേ പൗരോഹിത്യം ഈ അല്ലാഹുവിനോട് നേർക്ക് നേരെ എന്ന ഇതിന്റെ ഒക്കെ കടക്കൽ കടക്കി വെക്കുക. എന്നിട്ട് ജനങ്ങൾ അങ്ങനെ പുറകോട്ട് തിരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുക. അതിൽ ഉത്ബുദ്ധതയുണ്ട് എങ്കിൽ കുറ്റാലോചിക്കുക. നബിദിനാകുമ്പോ ഒരു ഭാഗം അങ്ങനെ, നേർച്ചാകുമ്പോ വേറെ ഭാഗം, ശറഫുൽ അനാം, മങ്കൂസ് മൗലീദ്, മാലപ്പാട്ടുകൾ, വൈദീശികനെ കുറിച്ചുള്ള അമിത വർണ്ണനകൾ, പ്രവാചകനെ കുറിച്ചുള്ള വർണ്ണനകൾ, മങ്കൂസിലെ ശറഫുൽ അനാം എടുത്താൽ അബ്ദുക്കൽ മിസ്കീൻ യർജു ഫളലക്കൽ ജമ്മൽ ഗഫീറു, പ്രവാചകരെ താങ്കളുടെ പൊറുക്കുക എന്ന ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് താങ്കളുടെ അടിമ ഇതാ വന്നിരിക്കുന്നു എന്നാണ്. എത്ര വലിയ ഗ്രേറ്റ് മിസ്റ്റേക്ക്, വലിയ തെറ്റ്, ബ്ലണ്ടർ ആണ് വരുത്തി വെക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് വിശ്രമിക്കാൻ സമയമായോ? ഈ വിഷയത്തിൽ ഈ നവോത്ഥാന സാരണിയിലെ അബ്ദുക്കൽ മിസ്കീൻ യർജു, പ്രവാചകരെ താങ്കളുടെ മിസ്കീനായ അടിമ ഇതാ വന്നി. നമ്മൾ ആരടിമയാ? ആരെങ്കിലും അബ്ദു മുഹമ്മദ് എന്ന് പേരിടോ? മുഹമ്മദിന്റെ അടിമ എന്ന് അബ്ദുറഹ്മാൻ, അബ്ദുറഹീം, അബ്ദുൽ ജബ്ബാർ, അബ്ദുൽ ഗഫൂർ, ഇതൊക്കെ പേരിടാറുണ്ട്. അള്ളാന്റെ അസ്മാഉൽ ഹുസ്നയോട് ചേർത്ത് അബ്ദി എന്ന് പേരിടും. എന്നാൽ ശറഫുൽ അനാം മൗലിദിൽ നമുക്കൊരു പേര് തരാൻ, അബ്ദു മുഹമ്മദ്, മുഹമ്മദിന്റെ അടിമ ചൊല്ലുന്ന ആളുകൾക്ക് താങ്കളുടെ അടിമ ഇതാ വന്നിരിക്കുന്നു എന്നാണ്. അപ്പൊ പറയും അത് സാഹിത്യാണ്, ആലങ്കാരികാണ്, ഒന്ന് വർണ്ണിച്ചതാണ് എന്ന് പറയുന്നത് വർണ്ണിക്കാൻ പാടുണ്ടോ? അങ്ങനെ വർണ്ണിക്കുന്നത് കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ താക്കീത് നൽകിയത്. ലാ തുറൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്ന മറിയമ, മറിയമിന്റെ പുത്രൻ ഈസാ നബിയെ ക്രൈസ്തവർ അമിതമായി പുകഴ്ത്തി ആരാധനയിലേക്ക് എത്തിച്ചതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്. ഫഖൂലു, നിങ്ങൾ പറയണം, അബ്ദുല്ലാഹി വറസൂലി, ഞാൻ അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ്. അത്ര നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന. അള്ളാന്റെ അടിമ, അള്ളാന്റെ റസൂൽ, പ്രവാചകൻ. അതിലുപരി വിശേഷണങ്ങൾ ചാർത്തി തരരുത്. അത് വിശ്വാസ വ്യതിചലനം ഉണ്ടാക്കുമെന്ന് ആർക്കറിയാം? പ്രവാചകൻക്കറിയാം. അതുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ ആ പഠിപ്പിച്ച പ്രവാചകനോട് തന്നെ തേടുക, ഇസ്തിഗാസ തേടുക. മങ്കൂസിലൂടെ, ശറഫുൽ അനാമിലൂടെ, അതേപോലെ തന്നെ പോയി നേരത്തെ പറഞ്ഞ സിഎമ്മിനെ കുറിച്ച്, അതേപോലെ മൊയ്തീൻ ശേഖ് റഹ്മത്തുള്ളാഹിയെ കുറിച്ചൊക്കെ പറയാ. 5ാം നൂറ്റാണ്ടിന്റെ പരിഷ്കർത്താവ് എന്നറിയപ്പെട്ട മഹാനായ മൊയ്തീൻ ശേഖ് റഹ്മത്തുള്ളാഹി നവോത്ഥാന നായകന. അദ്ദേഹത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നവോത്ഥാനത്തിന്റെ വഴിത്താര ശിർക്കിലേക്ക് കൊണ്ടുപോകുക. വല്ലേ നീലത്തീലും എന്നെ വായിക്കൂടാ തീരം ചെയ്യും ഞാനെന്നോ
ഒരു ഓവർ ആക്കല്ലേ. ക്രിക്കറ്റിൽ ഓവർ ഉണ്ട്, മാലപ്പാട്ടിൽ ഓവർ ഉണ്ട്. രണ്ട് ഓവർ വേർതിരിച്ച് മനസ്സിലാക്കണം. അതിൽ ക്രിക്കറ്റിൽ ഓവർ നമുക്ക് പ്രശ്നമില്ല, പക്ഷെ മാലപ്പാട്ടിൽ ഇതൊരു ഓവർ തന്നെയാണ്. കാരണം എന്താ, വല്ലേ നിലത്ത് എവിടുന്ന് വിളിച്ചു കഴിഞ്ഞാലും ബാഗ്ദാദിൽ ഖബറടക്കം ചെയ്യപ്പെട്ട മറമാടപ്പെട്ട മൊയ്തീൻ ശൈഖ് നമ്മുടെ വായി കൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നൽകും എന്ന് പറയാൻ. വായി ആഗ്രഹം ചോദിച്ച് ആവശ്യം ബോധിപ്പിച്ച് വായ മൂടുന്നതിന് മുമ്പ് മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി ഉത്തരം നൽകുന്നു പറയാം. മൊയ്തീൻ ശൈഖ് ഇല്ല. മൊയ്തീൻ ശൈഖ് എന്താ പറഞ്ഞത്? ഫുതൂൽ ഗൈബ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലെ ഉദ്ധരണിയിൽ ഓർമ്മയിൽ നിന്നുള്ളത് പറയാം. ഒറിജിനലായി മൊയ്തീൻ ശൈഖ് പറഞ്ഞത് ലാ തസ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയതി ഇലാ അഹദി മിൻ ഖൽഖില്ലാഹ് ലാ തസ്കുവന്ന. അല്ലയോ മനുഷ്യ, നീ ഒരിക്കലും ആവലാതി ബോധിപ്പിക്കരുത്, ശിക്കായത്ത് നടത്തരുത്. ഇലാ അഹദി മിൻ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ ഒരൊറ്റ പടപ്പിനോടും. പ്രവാചകന്മാർ പടപ്പുകളാണ്, മുഹമ്മദ് നബി പടപ്പാണ്, മൊയ്തീൻ ശൈഖ് പടപ്പാണ്, ജിന്ന് പടപ്പാണ്, മലക്ക് പടപ്പാണ്, മർമാടപ്പെട്ട മഹത്തുക്കളൊക്കെ പടപ്പുകളാണ്. മൊയ്തീൻ ശൈഖ് ഒറ്റ പദം കൊണ്ട് അതിനെല്ലാം കൃത്യമായി കൊണ്ട് അതിലേക്ക് പോകുന്നതിനെല്ലാം പ്രതിരോധിക്കുകയാണ്. ലാ തസ്കുവന്ന, അഭൗതികമായ അദൃശ്യമായി നീ ശിക്കായത്ത് ഒരൊറ്റ പടപ്പിനോടും നടത്തരുത്. അങ്ങനെ എങ്ങാനും നീ നടത്തി കഴിഞ്ഞാൽ നീ നടത്തുന്ന ആളുകൾ ആരാകട്ടെ, എവിടെയാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, അവർക്കൊന്നും ലാ ളറ നിന്നെ ഉപദ്രവിക്കാൻ സാധ്യമല്ല. വലാ നാഫിഅ നിനക്ക് ഉപകാരം ചെയ്യാൻ സാധ്യമല്ല. വലാ റാഫിഅ നിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യമല്ല. വലാ ജാലിബ നിനക്ക് നന്മ കൊണ്ടുവന്ന് നൽകാൻ സാധ്യമല്ല. വലാ മുആഫിയ നിനക്ക് ശമനം നൽകാൻ സാധ്യമല്ല. വലാ ദാഫിഅ നിന്നെ പ്രതിരോധിക്കാൻ സാധ്യമല്ല. ഫഅലൈക ബിൽ ഇസ്തിഗാസതി ഇലൈഹി, അതിനൊന്നും സാധിക്കാത്ത ആളുകളിലേക്ക് ഈ ശിക്കായത്ത് ആവലാതി പറയണ്ട, മറിച്ച് നീ ചെയ്യേണ്ടത് ഫഅലൈക ബിൽ ഇസ്തിഗാസതി ഇലൈഹി, എല്ലാം കേൾക്കുന്ന അറിയുന്ന പടച്ചറബിലേക്ക് നീ സഹായം തേടിക്കോ, അല്ലാഹുവിലേക്ക് നീ ഇസ്തിഗാസ ചെയ്തോ എന്ന് മഹാനായ മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി പറയാൻ. അതാണ് നമ്മുടെ പ്രമേയത്തിൽ സന്ദേശത്തിലൊക്കെ പറഞ്ഞത്. ഖുർആനിലെ ആയത്തുകളായാലും അതേപോലെ തന്നെ ഹദീസുകളായിരുന്നാലും മുൻഗാമികളുടെ പൂർവ്വസൂരികളുടെ ഖുർആനിനോടും ഹദീസിനോടും പ്രതിബദ്ധത പുലർത്തി അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ എന്നായിരുന്നാലും ഈ വക വിഷയങ്ങളിലൊക്കെ ചൂഷണമുക്തമായ വിശ്വാസ വിശുദ്ധിയെ നമുക്ക് ലഭിക്കുകയുള്ളൂ. തൗഹീദിന്റെ ഗരിമ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. യാ ഗുലാം, അല്ലയോ ബാല എന്ന് പറഞ്ഞ് പ്രവാചക ജീവിതത്തിലേക്ക് ചെറുപ്പത്തിലേക്ക് കടന്നു വന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പ്രവാചകൻ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രവാചകൻ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അല്ലയോ ബാല എന്ന് പറഞ്ഞ്, ഇദാ സഅൽത, നീ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്അലില്ലാഹ്, അല്ലാഹുവോട് ചോദിക്കാൻ പാടുള്ളൂ. ഇദസ്തഅൻത, നീ സഹായം തേടിയാൽ ഫസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവോട് നീ സഹായം തേടാൻ പാടുള്ളൂ. നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. വളരെ വ്യക്തം. നീ സഹായം തേടിയാൽ അല്ലാഹുവിനോട് സഹായം തേടുക, നീ ചോദിച്ചാൽ അല്ലാഹുവിനോട് ചോദിക്കുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, തഖ്വയുണ്ടാകുക. ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, തീർച്ചയായും അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂടെയാണ്. അല്ലാഹുവിനെ നമ്മൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ പ്രത്യക്ഷ പരോക്ഷ സന്ദർഭങ്ങളിൽ ഹലാൽ ഹറാം വിഷയങ്ങളിൽ നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുന്നതാണ്. പ്രവാചകൻ അവിടുത്തെ ഹദീസിലൂടെ അറിയിച്ച ഓഫറാണ്, അതാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ അല്ലാഹുവിന്റെ സംരക്ഷണവും സഹായവും കിട്ടാൻ പാകത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ നിന്നാണ് ഞാൻ ഇശാഇന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഉമ്മത്ത് പലവിധത്തിലുള്ള നവോത്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് ഏറ്റെടുത്തെങ്കിലും ഇനിയും ഏറ്റെടുക്കാതെ മുന്നോട്ട് പ്രയാണം തുടരുന്ന, മുന്നോട്ട് പോകുന്ന, വ്യതിചലനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഗതി ഈ വിഷയമാണ്. ആ വിഷയത്തിൽ വിമോചനം പലപ്പോഴും പൗരോഹിത്യം ആഗ്രഹിക്കുകയില്ല. അതിന്റെ കാരണം ഈ ഉമ്മത്തിനെ ശിർക്കിൽ തളച്ചിട്ടെങ്കിൽ, ചൂഷണത്തിൽ തളച്ചിട്ടെങ്കിൽ മാത്രമേ തങ്ങളുടേതായ ഭൗതിക താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ, ഭൗതികത മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർക്ക് അറിയാം. അതവരറിയും. അതിനനുസരിച്ചുള്ള ചപ്പടി വിദ്യകൾ അവർ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ബാധ്യത
അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും എന്നിൽ നിങ്ങൾ എത്തിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ അറിയിച്ചതാണ്. ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കണം, അവരെ നന്നാക്കിക്കൊണ്ടേയിരിക്കണം, അവരെ തൗഹീദിലേക്ക് തിരിച്ചു വിളിക്കണം. പ്രാർത്ഥന പടച്ച റബ്ബിനോട് മാത്രമാണ് എന്ന തൗഹീദിന്റെ പ്രവാചകന്മാരുടെ പ്രഥമമായ സന്ദേശം അറിയിച്ചുകൊണ്ടേയിരിക്കണം. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിൽ വഴിപിഴ ഉണ്ടാവുകയില്ല. അവസാനിപ്പിക്കുന്നു. ബാക്കിയുള്ള എല്ലാ മേഖലയിലും കൂടെ മാത്രമല്ല, നവോത്ഥാനത്തിന്റെ പ്രവാചക മാതൃകയിലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തൗഹീദി ബോധനമാണ് എങ്കിൽ ആ തൗഹീദ് അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അതിന്റെ ഒരു ഇമ്പാക്ട്, അതിന്റെ ഒരു ഇൻഫ്ലുവൻസ്, അതിന്റെ ഒരു സ്വാധീനം ഉണ്ടാകും. നമ്മളെ കമലാനെ മനസ്സിലാക്കിയ ആളുകളാണ്, പടച്ച റബ്ബിനെ തിരിച്ചറിഞ്ഞവരാണ്. പ്രാരംഭ പ്രാർത്ഥനയിലെ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ചൊല്ലുന്നവരാണ്. വജ്ജത്ത് ചൊല്ലുമ്പോ ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരം, വനുസുക്കി എന്റെ ചര്യകൾ, എന്റെ ബലി, വമഹ്യായ എന്റെ ജീവിതം, വമമാത്തി എന്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക പരിപാലകനായ അല്ലാഹുവിനുള്ളതാകുന്നു നമ്മൾ പറയാ. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു, ആ റബ്ബിന്റെ പങ്കുകാരില്ല എന്ന് പറയുന്ന മുസ്ലിമീങ്ങളിൽ വാന അവ്വലുൽ മുസ്ലിമീൻ, റിപ്പോർട്ടിൽ ഹദീസിൽ ഞാൻ ഒന്നാമത്തെ മുസ്ലിമാണ്, മറ്റു റിപ്പോർട്ടിൽ വാന മിനൽ മുസ്ലിമീൻ, ഞാൻ അങ്ങനെയുള്ള മുസ്ലിങ്ങളിൽ പെട്ടവനാകുന്നു എന്ന്. ഇങ്ങനെ റബ്ബിനെ എല്ലാം സമർപ്പിച്ച സത്യവിശ്വാസികളാണ് എങ്കിൽ, ഏകദൈവ വിശ്വാസത്തിന്റെ അതിന്റെ തെളിമ അംഗീകരിച്ചവരാണ് എങ്കിൽ, ആ തൗഹീദി ബോധനം നമ്മെ അറിയിക്കുന്ന മാനവികത കൂടി സംരക്ഷിക്കേണ്ട, തിരിച്ചു പിടിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അങ്ങനെ കൂടി റബ്ബിനെ അറിയുകയും ഈ സമൂഹത്തെ അറിയിക്കുകയും ചെയ്യണം. അത് നമ്മുടെ നവോത്ഥാന ദൗത്യത്തിന്റെ ഭാഗമാണ്. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ വഇലാഹുകും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ദൈവം ഏകനായ ദൈവമാകുന്നു. ലാ ഇലാഹ ഇല്ലാഹു അർറഹ്മാനുർ റഹീം, എന്നിട്ട് ആ ഏകനായ ദൈവം ആരാണ്? ലാ ഇലാഹ, അവനല്ലാതെ ആരാധ്യനില്ല, ഇല്ലാഹു അർറഹ്മാൻ, അവൻ പരമകാരുണികനാണ്. അവൻ പരമകാരുണികനും റഹീം, കരുണാവാരിധിയുമാണ് എന്ന് പറയാൻ എത്ര സുന്ദരമായ ദൈവീക ദർശന വിശ്വാസഭാഗം പഠിപ്പിച്ചിട്ടാണ്. വണ്ണസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഏകത്വം, അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആവലാദികൾ ബോധിപ്പിക്കുന്ന, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന പടച്ച റബ്ബ് പരമകാരുണികനാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നവനാണ്, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുക എന്ന കാരുണ്യബോധം, മാനവിക ബോധം, മൈത്രി ബോധം തീർച്ചയായിട്ടും പടച്ച റബ്ബിൽ വിശ്വസിക്കുന്ന ഇസ്ലാമിക ഉമ്മ